കേസ് വിട്ടു. ഇനി മാണിക്യമലയിലേക്ക് വരാം. തെറ്റ് ലിജു ഞാൻ വെല്ലുവിളിക്കുന്നു ലിജുവിനെ. ഞാൻ പരസ്യമായി മാപ്പ് പറയാം. തന്റെ ഇടം ഉണ്ടോ? ഇനി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റിയും വെല്ലുവിളി ഒന്ന് പറയൂ. ആർക്കെതിരെയാണ് ആരോപണം അങ്ങ് പറയുന്നത്? ആർക്കാണ്? പാർട്ടിയുടെ ഭാഗമാണെന്ന് അങ്ങ് ഏത് പേരാണ് പറയുന്നത്? അത് പറയൂ. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിങ്ങൾ പേര് പറഞ്ഞു. ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പേര് പറഞ്ഞു. ഒന്ന് അങ്ങ് പറഞ്ഞത് ബൈജു എന്ന് പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ലിജു പറഞ്ഞോളൂ. ലിജു പറയൂ. അതായത് ഞാൻ വെല്ലുവിളി അങ്ങോട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ടൂടെ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. അങ്ങ് ആദ്യം പറഞ്ഞു ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബൈജു ആണ് ജയിലിൽ കിടക്കുന്നത്. തെറ്റാണ്. KS ബൈജു നിങ്ങളുടെ യൂണിയൻ അംഗമാണ്. 2, മുരാരി ബാബു എന്ന് പറയുന്ന ആള് നിങ്ങളുടെ CPM ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമാണ്. കോൺഗ്രസ് ദേവസ്വം ബോർഡ് യൂണിയന്റെ അംഗമല്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങ് പറഞ്ഞു അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ 2 പോയിന്റ് അങ്ങ് എഴുതി വെച്ചു. എന്നിട്ട് അങ്ങ് പ്രൂവ് ചെയ്തു. ഞാൻ അതിനാവശ്യമായ തെളിവുകൾ മുരാരി ബാബു നിങ്ങളുടെ യൂണിയന്റെ അംഗമാണെന്ന് ഉൾപ്പെടെ ജയശ്രീ എന്ന് പറയുന്ന ഒരു ഭാരവാഹി ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസ് ഇല്ല. ദേവസ്വം കോൺഗ്രസിനെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹിയോട് അങ്ങനെ ഒരു ഭാരവാഹി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരവാഹി ഇല്ല. ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഞാൻ മാപ്പ്, അത് തെറ്റാണെങ്കിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ചർച്ച ചെയ്ത ആദ്യം പറഞ്ഞ് ബൈജു മുതൽ തുടങ്ങണം. 3 പേരെ പറ്റി നമുക്ക് എത്ര ഡിഫമേറ്ററി ചർച്ച നടത്താം. സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ദേവസ്വം എംപ്ലോയീസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ബൈജുവിനെ കുറിച്ചാണ്, ജയിലിൽ കിടക്കുന്ന ഒരു ബൈജുവിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. എന്തിനാ ലിജു ഇത്ര വേവലാതി സംസാരിക്കുക? അങ്ങ് പറഞ്ഞു. ഞാൻ ലിജു എന്തിനാ? നമ്മൾ കഴിഞ്ഞല്ലോ, നമ്മുടെ അധ്യായം ക്ലോസ് ചെയ്തു. പത്മകുമാറും വാസും ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് എന്ത് ബേജാറ്? ശരി, ഇനി ശ്രീരാജ് സമയമാണ്. ശ്രീരാജ് ഇബ്രാഹിം അങ്ങ് പറയും. സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നത് ലിജുവിന് എന്താ അഭിപ്രായം? ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നു 2 MPമാരുടെ സാന്നിധ്യത്തിൽ. എന്താ ലിജുവിന്റെ അഭിപ്രായം? ഏത് ബ്രേസ്ലെറ്റ്? ചുമ്മാ വെറുതെ അതിലൊക്കെ പറഞ്ഞാൽ മതിയോ ശ്രീ രാജു അബ്രഹാം? ഏത് സോണിയ, ഏത് ബ്രേസ്ലെറ്റ്, ഏത് MP? ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് കാലഘട്ടത്തിൽ റിപ്പോർട്ടറിലുണ്ടെങ്കിൽ ആ പടം ഒന്ന് കാണിയില്ലേ? പല പടങ്ങളും ഉണ്ടല്ലോ ശ്രീരാജു എബ്രഹാം. ഒരു പരിപാടിയിൽ വന്ന് പൂ കൊടുക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുകയോ ചെയ്യുന്ന അത് ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കലാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന പോറ്റിയുടെ ചിത്രങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അല്ല, ചിത്രമൊക്കെ വന്നാണ്. അങ്ങനെ ആ ചിത്രം തപ്പണ്ട, ആ ചിത്രമൊക്കെ വന്നു കഴിഞ്ഞതാണ്. അങ്ങ് ദയവ് ചെയ്ത് മാണിക്യമലരായ പൂവി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരാണ്. ഇവിടെ ചർച്ച ചെയ്ത കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യാതൊരു വിയോജിപ്പും ആ കാര്യത്തിൽ മാത്രമില്ല, മറ്റു പല കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? വിവിധ ഹൈന്ദവ സംഘടനകൾ, ഞങ്ങളല്ല പരാതി കൊടുത്തിരിക്കുന്നത്, CPM അല്ല. ഇവിടെ തെറ്റിദ്ധരിച്ച് ചില അഭിപ്രായങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടില്ല. ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് ചില ഹൈന്ദവ സംഘടനകളാണ്. ആ സംഘടനകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം അയ്യപ്പനെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഗാനത്തിൽ ഉപയോഗിച്ചു. അത് തെറ്റാണ്. ഞാനാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ചാലും മുഹമ്മദ് നബിയെ ഉപയോഗിച്ചാലും അയ്യപ്പനെ ഉപയോഗിച്ചാലും അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി നിയമത്തിലൂടെ അനുശാസിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അവർ വിജയികളല്ലാതായി മാറിയിട്ടുണ്ട്. 6 വർഷം അവര് അയോഗ്യരായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും മറ്റൊരു വിവാദത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പം
കോടാനുകോടി ആളുകൾ വളരെ ഭക്തിയോടെ, ഞാൻ 25 വർഷം ശബരിമലയുടെ MLA ആയിരുന്നു. അവിടെ വരുന്ന ആളുകളുടെ വികാരപരമായി അവരുടെ ഭക്തി നേരിട്ട് കണ്ട് അനേക സന്ദർഭങ്ങളിൽ ഞാൻ പത്രലേഖകനായിരുന്നപ്പോൾ 10 വർഷത്തോളം ഞാൻ ശബരിമല റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പം അവിടെ വരുന്ന ആ ഭക്തിയും ആ വികാരവും തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് വികാരം വ്രണപ്പെട്ടത് സ്വർണ്ണക്കൊള്ളയിലാണോ അതോ പാരഡി ഗാനത്തിലാണോ? അങ്ങ് അതിന്റെ ഒരു തീവ്രത അളക്കാമോ? എല്ലാത്തിലും തീവ്രതയാണല്ലോ അളക്കുന്നത്. അതെ, സ്വർണ്ണക്കൊള്ള അകത്താണല്ലോ മുഴുവൻ ആളുകളും. ഇനി അകത്ത് പക്ഷേ കൊള്ള നടത്തിയിട്ടും പാർട്ടിക്കകത്തുള്ളവരെ നമ്മള് സ്മൃതി അങ്ങനെ പറയരുത്. കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പ്, നമുക്കറിയാം മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഒരു ചിത്രം കാർട്ടൂൺ വന്നപ്പോൾ ലോകത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മതത്തെ ഉപയോഗിക്കരുത്. നോക്കൂ, മാണിക്യമലരായ പൂതിയിലും മതസംഘടനകൾ തന്നെയാണ് കേട്ടോ. മുസ്ലിം മതസംഘടനകളാണ് പരാതി കൊടുത്തത്. അതിൽ കേസ് എടുക്കുകയും ചെയ്തിരുന്നു പോലീസ്. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ തെരഞ്ഞെടുപ്പിനാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ട എന്നാണോ? അപ്പൊ പെട്ടെന്ന് വ്രണപ്പെടും, അതിനു മുമ്പ് വ്രണപ്പെടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രത്യേക കാലഘട്ടമുണ്ടോ വ്രണപ്പെടുന്നതിന്? അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അല്ല, ചട്ടലംഘനം ഇപ്പൊ പറയുന്നത് കാലഘട്ടത്തിൽ മതത്തെ ഉപയോഗിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. മതത്തെ ഉപയോഗിക്കുന്നു എന്നാണോ പറയുന്നത്? ചട്ടലംഘനമാണ് സ്മൃതി. ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള വലിയൊരു കൊള്ള ഒരു പ്രത്യേക ഭരണകാലത്ത് നടന്നു എങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടിക്കൂടാ എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും മിണ്ടണം, പറയണം, സംസാരിക്കണം, ഒരു സംശയവുമില്ല. പക്ഷെ ഇവിടെ സ്വാമി അയ്യപ്പനെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും. അതാണ് പ്രശ്നം. ഞങ്ങളല്ലല്ലോ പരാതി ഉന്നയിച്ചേ. അല്ല, പരാതി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് DGPക്ക് പരാതി പോകേണ്ട ഒരു വലിയ കേസാണോ? പരാതി സാധാരണകളിൽ വരുമായിരിക്കും. ഈ പറയത്തിൽ വ്രണപ്പെട്ട ആരെങ്കിലും ഒക്കെ പരാതി കൊടുക്കട്ടെ. പക്ഷെ അങ്ങ് ഇതിൽ ഒരു കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അങ്ങ് ചർച്ചയിൽ തന്നെ ഇതിൽ പ്രതികരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ചത്. അങ്ങ് പറഞ്ഞത് ശക്തമായ നടപടി എടുക്കണമെന്നാണ്, കടുത്ത നടപടി വേണമെന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പൊ പാർട്ടിയുടെ നിലപാടല്ലേ അത്? ഞാൻ പറഞ്ഞത് നിലപാടല്ലോ. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്ന പോയിന്റ് മാത്രമേ ഞാനിവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഒരു കാരണവശാലും, അത് ഏത് മതത്തിന്റെ ആണെങ്കിലും, ഒരു മതത്തെയും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. ദൈവത്തെ രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാവുന്നത് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ മതങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ UDFനാണ് മേൽക്കൈ. 2020 ഫലത്തിൽ നഗരസഭയിൽ 4 ഇടത്തുണ്ടാകുമ്പോൾ 2025 വരുമ്പോൾ LDF 1 ചുരുങ്ങുന്നു. പന്തളം നഗരസഭ NDAയിൽ നിന്നും തിരിച്ചു പിടിച്ചത് LDF ആണ്. ആ ഒരു നേട്ടം അവിടെ നിൽക്കുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരിടത്തും LDFന് ഭൂരിപക്ഷമില്ല. ഗ്രാമപഞ്ചായത്തിലും UDFനാണ് മേൽക്കൈ. ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട്, നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പെരുന്നാട് പഞ്ചായത്തിൽ എന്താണ് നടന്നത്? LDFന് ഭരണ തുടർച്ച വരുന്നത് എങ്ങനെയാണ്? ശബരിമല ഉൾപ്പെടുന്ന വാർഡിലും വിജയിക്കുന്നുണ്ട്. അത് വിജയിച്ചത് എങ്ങനെയാണ്? ടോസിലൂടെയാണ്. BJP സ്ഥാനാർത്ഥിക്ക് 232 വോട്ട് ലഭിക്കുന്നു. 268 വോട്ട് LDFനും UDFനും. അങ്ങനെ ടോസിലൂടെ ജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പെരുന്നാടയിൽ. Debate with Smriti Parathikkad.